ഹലോ! എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പഠിക്കാനുള്ളത് മാർച്ച് മാസത്തിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണേ. ഒന്നാമത്തെ ചോദ്യം നോക്കാം. തുടർച്ചയായി മൂന്നാം തവണയും കേരള മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടാൻ CPM പോളിറ്റ് ബ്യൂറോ പച്ചക്കൊടി കാട്ടിയ നേതാവ് ആരാണ്? തുടർച്ചയായി മൂന്നാം തവണയും കേരള മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടാൻ CPM പോളിറ്റ് ബ്യൂറോ പച്ചക്കൊടി കാട്ടിയ നേതാവ് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനാണ്. പിണറായി വിജയൻ. അടുത്ത ചോദ്യം. കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ രൂപീകരിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ രൂപീകരിച്ച 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിതനായത് ഡോക്ടർ VP ജോയിയാണ്. ഡോക്ടർ VP ജോയ്. അദ്ദേഹം മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്നു. ഡോക്ടർ VP ജോയ്. അടുത്ത ചോദ്യം. രാജ്യത്ത് നഗരനയം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? രാജ്യത്ത് നഗരനയം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 2023-24 സംസ്ഥാന ബജറ്റിലാണ് ഇത് സംബന്ധിച്ച ആദ്യ പ്രഖ്യാപനം ഉണ്ടായത്. അപ്പോൾ രാജ്യത്ത് നഗരനയം തയ്യാറാക്കിയ ആദ്യ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തരം നമ്മുടെ കേരളമാണ്. അടുത്ത ചോദ്യം. 2025-26 രഞ്ജി ട്രോഫി കിരീട ജേതാക്കൾ ആരാണ്? 2025-26 രഞ്ജി ട്രോഫി കിരീട ജേതാക്കൾ ജമ്മു കാശ്മീരാണ്. 2025-26 രഞ്ജി ട്രോഫി കിരീട ജേതാക്കൾ ജമ്മു കാശ്മീരാണ്. അടുത്ത ചോദ്യം. ഇസ്രായേൽ US സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പ്രതിരോധ മന്ത്രി ആരാണ്? ഇസ്രായേൽ US സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പ്രതിരോധ മന്ത്രി അമിർ നാസിർ സദയാണ്. ഇസ്രായേൽ US സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാന്റെ പ്രതിരോധ മന്ത്രി അമിർ നാസിർ സദയാണ്. അമിർ നാസിർ സദ. അടുത്ത ചോദ്യം. 67 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനൽ പ്രവേശിച്ച ടീം ഏതാണ്? 67 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഫൈനൽ പ്രവേശിച്ച ടീം ചോദിക്കാനുള്ള ഉത്തരം നമ്മുടെ ജമ്മു കാശ്മീരാണ്. ജമ്മു കാശ്മീർ. 2025-2026 രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കിരീട ജേതാക്കളായതും ജമ്മു കാശ്മീരാണ്. ആദ്യമായിട്ട് രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനൽ പ്രവേശിക്കുന്ന ടീമും ജമ്മു കാശ്മീരാണ്. അടുത്ത ചോദ്യം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് അടുത്തിടെ നിലവിൽ വന്നത് എവിടെയാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് അടുത്തിടെ നിലവിൽ വന്നത് കൊല്ലിമലയിലാണ്. തമിഴ്നാട്ടിലെ കൊല്ലിമലയിലാണ് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് കിളിമഞ്ചാരോയിലെ ഉഹുരു കൊടുമുടി ഒറ്റയ്ക്ക് ഏറ്റവും വേഗത്തിൽ കയറി റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ പർവ്വതാരോഹക ആരാണ്? എന്താണ്? ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് കിളിമഞ്ചാരോയിലെ ഉഹുരു കൊടുമുടി. മൗണ്ട് കിളിമഞ്ചാരോയിലെ ഉഹുരു കൊടുമുടി ഏറ്റവും വേഗത്തിൽ ഒറ്റയ്ക്ക് കയറി റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ പർവ്വതാരോഹക ആരാണെന്നുള്ളതാണ്. ജ്യോതി ശർമ്മയാണ്. ജ്യോതി ശർമ്മ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമായ മൗണ്ട് കിളിമഞ്ചാരോയിലെ ഉഹുരു കൊടുമുടി ഒറ്റയ്ക്ക് ഏറ്റവും വേഗത്തിൽ കയറി റെക്കോർഡ് സ്വന്തമാക്കിയ ഇന്ത്യൻ പർവ്വതാരോഹകയാണ് ജ്യോതി ശർമ്മ. ജ്യോതി ശർമ്മ. അടുത്ത ചോദ്യം. രാജ്യത്തെ ആദ്യ സ്വകാര്യ ആണവ ഊർജ കമ്പനിയായി രജിസ്റ്റർ ചെയ്ത കമ്പനി ഏതാണ്? രാജ്യത്തെ ആദ്യ സ്വകാര്യ ആണവ ഊർജ കമ്പനിയായി രജിസ്റ്റർ ചെയ്ത കമ്പനി അദാനി പവർ ആണ്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 2047 ആണവോർജ ഉൽപാദനം 100 ഗിഗാവാട്ടായി ഉയർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. കേരളത്തിലെ വ്യവസായ മേഖലയിൽ അപകടങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി വിഷൻ 0 എന്ന ലക്ഷ്യം കൈവരിക്കാനായി തൊഴിൽ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് എന്താണ്? കേരളത്തിലെ വ്യവസായ മേഖലയിൽ അപകടങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി വിഷൻ 0 എന്ന ലക്ഷ്യം കൈവരിക്കാനായി തൊഴിൽ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് KSAFE.
സേഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ സുരക്ഷിതമായിട്ടിരിക്കുക എന്നുള്ളതൊക്കെയാണ് സേഫ് എന്ന വാക്കിനർത്ഥം. അപ്പോൾ ഈ വ്യവസായ മേഖലയിലെ അപകടങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ സേഫ് ആയിട്ടിരിക്കുകയെന്ന്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെക്കാം നമുക്ക്. അപകടങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി വിഷൻ സീറോ എന്ന ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? അപ്പോൾ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ്. അപ്പോൾ എന്താ ഉത്തരം? കെ സേഫ്. ഓക്കെ, താങ്ക് യു.